നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതിക്കെതിരെ നിർണായകമായ വെളിപ്പെടുത്തലുമായി ഓട്ടോ ഡ്രൈവർ രംഗത്ത് വന്നിരിക്കുകയാണ്. കോട്ടയത്തെ ഓട്ടോ ഡ്രൈവറാണ് കേസിൽ നിർണായക സാക്ഷിയായി മാറിയത്. കൊലപാതകം നടത്താനായി പ്രത്യേക ആസം സ്വദേശി അമിത് ഒറാങ് തിരുവാതിക്കൽ എത്തിയത് ജയേഷിന്റെ ഓട്ടോയിലായിരുന്നു. പിന്നീട് കൊലപാതക വാർത്തയും പ്രതിയുടെ ചിത്രവും പുറത്തു വന്നതോടെയാണ് സംഭവ ദിവസം രാത്രി തന്റെ ഓട്ടോയിൽ കയറിയ ആളാണ് പ്രതിയെന്ന് ജയേഷ് തിരിച്ചറിഞ്ഞത്. ഇതോടെ ഇദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. രാത്രി 12 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രതി ഓട്ടോയിൽ കയറിയതെന്നാണ് ജയേഷ് പറയുന്നത്. തിരുവാതിക്കലിൽ പോകണമെന്നും എത്ര പൈസയാകുമെന്നും ഒക്കെ ചോദിച്ചു. മലയാളത്തിൽ തന്നെയായിരുന്നു ഇയാൾ സംസാരിച്ചതെന്നും പറയുന്നുണ്ട്. വിലപേശാനൊന്നും നിന്നില്ല. യാത്രയ്ക്കിടെയും ഒന്നും സംസാരിച്ചിരുന്നില്ല. തുടർന്ന് തിരുവാതിക്കൽ കവലയിൽ അയാളെ ഇറക്കിയെന്നും ജയേഷ് പറയുന്നുണ്ട്. ഓട്ടോയിൽ കയറുമ്പോൾ പ്രതിയുടെ കയ്യിൽ ഒന്നും കണ്ടിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അയാളുടെ വേഷം ശ്രദ്ധിച്ചിരുന്നു. ഒരു നിക്കറും ബനിയനുമാണ് ഇയാൾ ധരിച്ചിരുന്നത്. പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് കൂട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നുവെന്നും ജയേഷ് പറയുന്നു. ഇതിനിടെ ക്രൂരമായ കൊലപാതകം പോലീസിനോട് വിവരിച്ചിരിക്കുകയാണ് പ്രതി അമിത്. കേസിൽ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ ആയിരുന്നുവെങ്കിലും മീരയെ കൂടി തനിക്ക് കൊലപ്പെടുത്തേണ്ടി വന്നുവെന്നാണ് അമിത് പറയുന്നത്. ആരാ എന്ന് ചോദിച്ചു. തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവരെയും കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞത്. വിജയ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത്. ഈ ശബ്ദം കേട്ടാണ് മീര മുറിക്ക് പുറത്തിറങ്ങിയത്. തുടർന്ന് മീരയെ കൂടി കൊലപ്പെടുത്തുകയായിരുന്നു. തന്റെ കുടുംബത്തെ നശിപ്പിക്കുകയും അവരുടെ മുന്നിൽ നാണം കെട്ടവനാക്കുകയും ചെയ്ത വിജയകുമാറിനോട് തീർത്താൽ തീരാത്ത പകയായിരുന്നു തനിക്കെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. പിറ്റേന്ന് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്നും ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്നും കരുതിയാണ് വിവസ്ത്രനാക്കിയതെന്നും പ്രതി സമ്മതിച്ചു. വളർത്തുനായയെ മയക്കാനായി ഒന്നും നൽകിയിട്ടില്ല. തന്നെ മുൻപരിചയമുള്ളതിനാൽ അവ കുരയ്ക്കില്ലെന്ന് അറിയാമായിരുന്നു. എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ കയറിയ ഉടനെ നായയുടെ അടുത്തെത്തി കയ്യിൽ കരുതിയ പലഹാരം നൽകി. CCTV ക്യാമറകളിൽ മുഖം പതിയാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തി. എന്നാൽ 4 ചുറ്റിലുമുള്ള നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് മുഖം ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് DVR കൈക്കലാക്കിയതെന്നും പ്രതി പറഞ്ഞു. വിജയകുമാറിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ രീതി പോലീസിനോട് വിവരിക്കുമ്പോൾ പോലും പ്രതി അമിത് പല്ല് കടിച്ച് വൈരാഗ്യം കൊണ്ട് ചുവന്ന മുഖവുമായി വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രതിക്ക് കൊല്ലപ്പെട്ട വിജയകുമാറിനോട് ഉണ്ടായിരുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പക തന്നെയാണെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാക്കിയതും പെൺസുഹൃത്ത് ഉപേക്ഷിച്ചു പോയതും പെൺസുഹൃത്തിന്റെ ഗർഭം അലസിപ്പോയതുമാണ് പ്രതിക്ക് വിജയകുമാറിനോട് തീരാത്ത പകയുണ്ടാകാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. അമിത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഇത്രയേറെ സുരക്ഷയുള്ള ഈ വീട്ടിൽ അനായാസം കയറി കൊലപാതകം നടത്തി രക്ഷപ്പെടുമെന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. വിജയകുമാറിന്റെ ഭാര്യ മീരയെ കൊലപ്പെടുത്താൻ താൻ പദ്ധതി ഇട്ടിരുന്നില്ല എന്നതടക്കമുള്ള അമിതിന്റെ ചില മൊഴികൾ പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കട്ടപ്പനയിൽ നിന്ന് കോട്ടയം വഴി ബംഗളൂരുവിലേക്ക് പോകാനായാണ് പ്രതി അമിതും പെൺസുഹൃത്തും കോട്ടയത്തെത്തിയത്. എന്നാൽ ബംഗളൂരു ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇവർ വിജയകുമാറിന്റെ ലോഡ്ജിൽ താമസിച്ചു. ഇവരെ കണ്ട വിജയകുമാർ ജോലി വാഗ്ദാനം നൽകുകയായിരുന്നു. ഇവരെ സംബന്ധിച്ച് വേണ്ടത്ര വിവരങ്ങൾ വിജയകുമാർ ശേഖരിക്കാതെയാണ് ജോലി നൽകിയതെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. CCTV ദൃശ്യങ്ങളും ഫോറൻസിക് വിഭാഗത്തിന്റെ കണ്ടെത്തലുകളുമാണ് കേസിൽ നിർണായകം. കൊലപാതകം നടന്ന വീടിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതി ഈ സമയത്ത് വന്നുപോയതിന്റെ തെളിവുകൾ ഉറപ്പാക്കും. പ്രതി താമസിച്ച ലോഡ്ജിന്റെ സമീപത്തെ CCTV ക്യാമറകളും ശേഖരിക്കും. വീണ്ടെടുത്ത DVRൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മൊബൈൽ ലൊക്കേഷനുകൾ മറ്റൊരു പ്രധാന തെളിവാണ്. സ്വന്തം പേരുള്ള 10 സിം കാർഡുകളാണ് പ്രതിക്കുള്ളത്. ഇവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി പ്രാദേശിക സഹായത്തിന്റെ സാധ്യതകളും പരിശോധിക്കും. മൃതദേഹങ്ങളിൽ നിന്നും കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ഒട്ടേറെ സാമ്പിളുകൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹത്തിൽ നിന്ന് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന മുടിനാരും വിരലടയാളങ്ങളും ലഭിച്ചു. ഇവ പ്രതിക്കെതിരെയുള്ള ശക്തമായ തെളിവാകും. പ്രതി അമിത് ഒറാങ് വിവിധയിടങ്ങളിൽ എത്തിയ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതിന്റെയും തിരുവാതിക്കൽ കവലയിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം തിരുവാതിക്കലിലെ വിജയകുമാറിന്റെ വീട്ടിലേക്ക് പ്രതി നടന്നു പോകുന്നതിന്റെയും കൃത്യം നടത്തിയ ശേഷം വീട്ടിലെ CCTV ഹാർഡ് ഡിസ്കുമായി തിരികെ മടങ്ങുന്നതിന്റെയും CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. തിരുവാതിക്കൽ കേസിൽ DVR നിർണായക തെളിവായി മാറും. DVR കോടതിക്ക് കൈമാറും. തുടർന്ന് കോടതിയുടെ അനുമതിയോടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. നിർണായക തെളിവുകൾ ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇത് തലനാരിഴ കീറി പരിശോധിച്ചു. 2 സംഘങ്ങളെ തിരിഞ്ഞായിരുന്നു പോലീസ് അന്വേഷണം. ആദ്യ സംഘം പെരുമ്പാവൂർക്ക് പോയി. പിന്നാലെ തന്നെ അടുത്ത സംഘവും പുറപ്പെട്ടു. അവിടെ നിന്ന് പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. വീട്ടിൽ നിന്ന് ഫോണല്ലാതെ മറ്റൊന്നും മോഷണം പോയിട്ടുമില്ല.
ഈ സംഭവത്തെ തുടർന്ന് ഇതര സംസ്ഥാനക്കാരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്നും തൊഴിൽ നൽകുന്നവരും കൂടി ഇത്തരത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും SP പറഞ്ഞു. വിജയകുമാറിന്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. മകൾ വരുന്നതിനായാണ് പോലീസ് കാത്തിരിക്കുന്നത്. വിസ ലഭിക്കുന്നത് സംബന്ധിച്ച തടസ്സങ്ങളാണ് വിദേശത്തുള്ള മകൾ വരാൻ വൈകുന്നതിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മരണകാരണം, സമയം തുടങ്ങിയവ കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരിക്കുകയാണ്. ഹലോ, എല്ലാരും കയറുന്നത് ഉദ്യോഗസ്ഥന്മാരെ കയറ്റി വിടുന്നത് ആദ്യമേ ഉണ്ടാക്കല്ലേ.